محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى الله أكبر الله أكبر الله أكبر ولله الحمد أيها الناس اتقوا الله عباد الله സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മനസ്സ് ഉള്ളു തുറന്ന് സന്തോഷിക്കുവാനും പുതുവസ്ത്രമണഞ്ഞുകൊണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സുഭിക്ഷമായ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ നമ്മുടെ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുവാനുമൊക്കെയുള്ള പുണ്യത്തിൻ്റെയും ഖൈറിൻ്റെയും ബർക്കത്തിൻ്റെയും ഒരു ദിവസമാണ് ഈദുൽ ഫിത്ർ എന്നത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുക. തന്നെയുമല്ല, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നുള്ള ആ ആശ്ലേഷത്തിലൂടെ നാം ഇതുവരെ ഒരു മാസക്കാലം ചെയ്തു കൂട്ടിയ നന്മകളും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും നമ്മുടെ സദഖകളും സക്കാത്തുകളും ദാനധർമ്മങ്ങളുമെല്ലാം അള്ളാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ ആഘോഷമടക്കം സ്വീകരിക്കുമാറാവട്ടെ എന്നുള്ള ആ തഹ്നിയത്ത് അഥവാ അഭിവാദ്യത്തോടു കൂടെയാണ് നാം പെരുന്നാളിനെ വരവേറ്റിരിക്കുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ 2 ആഘോഷങ്ങളുണ്ടായിരുന്നു. നബി മദീനയിൽ ചെന്നപ്പോൾ അതിന് പകരമായി നിങ്ങൾക്ക് ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും അള്ളാഹു പകരമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അതിലെ 2ാമത്തെ ആഘോഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കം ആരാധനകൾ കൊണ്ടായിരിക്കണം. അവ്വലു മാ നബ്ദഉ ബിഹി അസ്സലാ. നമ്മൾ നമ്മുടെ ആഘോഷം തുടങ്ങുന്നത് നമസ്കാരത്തിലൂടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ പ്രകാരം ജനങ്ങൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് മദീന ഈദ്ഗാഹിൽ വെച്ചുകൊണ്ട് അന്ന് പ്രഭാഷണം നടത്തുകയുണ്ടായി. ആഘോഷമെന്നാൽ അത് ഒരു ആർഭാടമല്ല, ഒരു ധൂർത്തല്ല, പടക്കം പൊട്ടിക്കലല്ല, അഴിഞ്ഞാടലല്ല, ധൂർത്തടിക്കലല്ല, ദുർവ്യയം ചെയ്യലല്ല. അത് ആരാധനകൾ കൊണ്ട് തുടങ്ങുന്ന വളരെ മാന്യമായ സൗഹാർദ്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, എളിമയുടെ, താഴ്മയുടെ, കാരുണ്യത്തിൻ്റെ ഒരു സന്ദേശമാണ് പെരുന്നാൾ നൽകേണ്ടത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്നാമതായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നാം ചെയ്ത ആരാധനാ കർമ്മങ്ങൾ, നമ്മുടെ പുണ്യകർമ്മങ്ങൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ അടിസ്ഥാനപരമായി സ്വീകരിക്കണമെങ്കിൽ ഇതാ ഞാൻ നിങ്ങളോട് ആണയിട്ട് പറയുകയാണ്, തൗഹീദ് എന്ന വിശ്വാസം എപ്പോഴാണോ നമ്മിൽ മൂലമാകുന്നത് അതിൽ കെട്ടിപ്പടുത്ത ആരാധനകൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. അല്ലാതെയും കണ്ട് നാം എത്ര കാലം തന്നെ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുകയില്ല. നാട്ടുകാരോ ജനങ്ങളോ സംഘടനക്കാരോ അത് സ്വീകരിച്ചേക്കാം, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഗൈർ മഖ്ബൂലാണ്, മർദൂദാണ്. കാരണം വിശ്വാസത്തിന്റെ തൗഹീദിന്റെ മുകളിൽ വേണം സൽക്കർമ്മങ്ങൾ കെട്ടിപ്പടിക്കുവാൻ എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശമാണ്. അപ്പോൾ ഈദിന്റെ സന്ദേശമായി ആദ്യമായി നിങ്ങളോട് പറയുവാനുള്ളത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന
കലിമത്തു തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ സൽക്കർമ്മങ്ങൾ. അല്ലാത്തത് എവനിൽ നിന്നും ആരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുന്നതല്ല എന്ന കാര്യം അതിന്റെ തുറന്ന പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എനിക്ക് വലിയവൻ അല്ലാഹുവാണ്. അത് മൃഗത്തെ അറക്കുമ്പോൾ ചെല്ലുന്ന ഒരു മന്ത്രമല്ല, ബാങ്കിൽ മാത്രം പറയാനുള്ള ഒരു മന്ത്രമല്ല. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ. അവൻ എന്നോട് എന്ത് പറഞ്ഞാലും അത് ശിരസാവഹിക്കുവാനും പ്രാവർത്തികമാക്കുവാനും അത് നടപ്പിൽ വരുത്തുവാനും ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ അതിന് സന്നദ്ധനാണ്, ഞാൻ അതിന് തയ്യാറാണ്. അത് എൻ്റെ തുറന്ന പ്രഖ്യാപനമാണ്, എൻ്റെ കൽബിൽ തട്ടിയും കൊണ്ടുള്ള എൻ്റെ പ്രഖ്യാപനമാണ് എന്നതാണ് അല്ലാഹു അക്ബറിന്റെ അർത്ഥം. അല്ലാതെ അത് മൃഗബലി സമയത്ത് അറക്കുന്ന ഒരു മന്ത്രമോ അതല്ലെങ്കിൽ ഒരു കാലിയായ അല്ലാഹു അക്ബറോ അല്ല എന്ന് നമ്മൾ അടിസ്ഥാനപരമായി തൗഹീദുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഈ ഈദില് സന്ദേശമായി രണ്ടാമതായി പറയുവാനുള്ള കാര്യം, നമ്മൾ നിലകൊള്ളുന്നത് ഒരു മതേതര ജനാധിപത്യ നാട്ടിലാണ്. ഈ രാജ്യത്തിൻ്റെ പുരോഗമനപരമായ കാര്യങ്ങളിൽ പങ്കാളികളാവുക എന്നത് നമുക്ക് അനിവാര്യമാണ്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് മമതയിലും മൈത്രിയിലും ശാന്തിയിലും സമാധാനത്തിലും സ്നേഹത്തിലുമായി കഴിയുന്ന മഹാഭൂരിപക്ഷമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകോദര സഹോദരന്മാരെ പോലെ നിങ്ങളുമായി തർക്കിക്കാത്ത, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളെ സ്നേഹിക്കുന്ന, നീതി പുലർത്തുന്ന ആ വിഭാഗവുമായി നിങ്ങൾ നീതിയിലും നന്മയിലും വർത്തിക്കണം എന്നത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. സൂറത്തുൽ മുംതഹിന 7-ാമത്തെ ആയത്തിൽ അല്ലാഹു ഈ കാര്യം പറയുന്നുണ്ട്. നിങ്ങളോട് ശണ്ട കൂടാത്ത, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാത്ത, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോട് മമതയിലും സ്നേഹത്തിലും മൈത്രിയിലുമായി കഴിഞ്ഞുകൂടുന്ന സമൂഹത്തോട് നിങ്ങൾ നീതി പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന്. നമ്മൾ അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ഒരു കലഹവും നമ്മുടെ ആരുടെയും ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതാണ് രണ്ടാമതായി പറയുവാനുള്ളത്. അവിടെയാണ് ഇവിടുത്തെ വിശ്വാസം. അഥവാ മറ്റുള്ള ആളുകൾ, ഈ ബഹുമത സമൂഹത്തിലെ ആളുകൾ നമ്മളെ വിശ്വസിക്കുന്ന ആ രീതിയിലേക്ക് നമ്മുടെ ഈമാൻ ഉയരണം. അതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ തൗഹീദ് ആ നിലയിലേക്ക് ഉയരണം. നോക്ക് നിങ്ങൾ, ഹിജ്റ വേളയിൽ, ഹിജ്റ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. റൂട്ട് അറിയുകയില്ല, മാപ്പ് അറിയുകയില്ല, ഗൂഗിൾ മാപ്പില്ല. റസൂലുള്ളാഹിക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ ആ മദീന റൂട്ട് പരിചയമുള്ള ഒരു വ്യക്തി റസൂലുള്ളാഹിന്റെ വിശ്വാസക്കാരനല്ല. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്നത്. അബ്ദുല്ലാഹ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അമ്മത്തെ പേരാണ്, അതമ്മത്തെ ഒരു പേര് മാത്രമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി ഹിജ്റയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ നീ 3-ാമത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ ഗാർ ഹിറായിൽ ഉണ്ടാവും, നീ അങ്ങോട്ട് വരണം. അപ്പം എന്താ പ്രശ്നം? ഞങ്ങൾ രാജ്യം വിടുകയാണ്. ആരോടാ പറയുന്നത്? തൻ്റെ സ്വന്തം മതക്കാരനോടല്ല, തൻ്റെ വിശ്വാസക്കാരനോടല്ല, തൻ്റെ അനുയായിയോടല്ല. ബനിദിയൽ ഗോത്രക്കാരനായ ഒരു സാക്ഷാൽ അന്നത്തെ മുസ്ലിം അല്ലാത്ത ഒരു ഗൈർ മുസ്ലിമിനോട് മുഹമ്മദ് നബി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, 3-ാമത്തെ ദിവസം നീ ഗാർ ഹിറായിലേക്ക് പ്രഭാതത്തിൽ ഞങ്ങൾ വാഹനവുമായിട്ട് വരണം. എന്തിനാണ്? ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അദ്ദേഹം രണ്ടാമത്തെ ഒരു ആളോട് ആ വാർത്ത പറഞ്ഞില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസമാർജിക്കുക എന്നത്. രണ്ടാമത്തെ ഒരാളോട് അദ്ദേഹം ആ വാർത്ത പറഞ്ഞില്ല, ആ ന്യൂസ് പറഞ്ഞില്ല. മദീനയിൽ ആ ന്യൂസ് ലീക്കായില്ല. 3-ാമത്തെ പ്രഭാതത്തിൽ ഗാർ ഹിറായിലേക്ക് ചെന്നുകൊണ്ട് മുഹമ്മദ് നബിയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും മദീനയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖിത്ത്. ശക്തമായ ഊർജിതമായ തെരച്ചിൽ നടന്നു. പക്ഷേ ഇദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം വളരെ സമാധാനപരമായി ആ റൂട്ട് അറിയുന്ന, മാപ്പ് അറിയുന്ന ആ വ്യക്തി മദീനയിലേക്കുള്ള റൂട്ടിലേക്ക് മുഹമ്മദ് നബിയെ കാണിച്ചു കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹുവിനെയും കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളത്. ഇതാണ്
ഖുർആൻ പറഞ്ഞത് ലാ യൻഹാകുമുല്ലാ, നീതി അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അത്തരം ഇടപെടലുകൾ, അത്തരം വിശ്വാസങ്ങൾ, അത്തരം സ്നേഹങ്ങൾ, അത്തരം സൗഹാർദ്ദങ്ങൾ, അത്തരമുള്ളതായിരിക്കുന്ന മൈത്രികൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം എന്ന ഹിജ്റ വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന മാതൃകയാണ് അത് എന്ന് സാന്ദർഭികമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, വിട്ടുവീഴ്ചയും സമാധാനവും അതേപ്രകാരം പരസ്പരമുള്ള എളിമയും താഴ്മയും അത് വിശ്വാസികളുടെ ജീവിതത്തിൽ ആരുമായും ഉണ്ടാവേണ്ടതാണ്. അത് മുസ്ലിമുമായിട്ട് പോരാ, അത് ഏതാളുകളുമായും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുമ്പോൾ തൻ്റെ ആയുധം ഒരു ജൂതന്റെ അടുക്കൽ പണയപ്പെടുത്തപ്പെട്ട നിലയിലാണ് മരിച്ചത് എന്ന് വയന്നു പറയുന്നവരാണ് നമ്മൾ. എന്തുകൊണ്ടത് സംഭവിച്ചു? അദ്ദേഹം പിടിച്ചു വാങ്ങിയതാ? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാന്യമായി അവിടെ വെച്ചു, ഞാൻ ഇതിന് പകരമുള്ള വസ്തു തിരിച്ചു തരുമ്പോൾ നീ നൽകിയാൽ മതി. പക്ഷെ റസൂൽ നേരത്തെ മരിച്ചുപോയി. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ആ സാധനം കൊടുത്തുകൊണ്ട് പണയപ്പെടുത്ത സാധനം തിരിച്ചെടുക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹവും പരസ്പരമുള്ള ഇടപഴകലുകളും കൊള്ളക്കൊടുക്കുകളുമൊക്കെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേര് പറഞ്ഞുകൊണ്ട് മുടക്കം വരുത്താൻ പാടില്ല എന്നുള്ള സന്ദേശമാണ് റസൂലും മരിക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മെ പഠിപ്പിച്ചത് എന്ന കാര്യം നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾക്ക് ഇസ്ലാം ഒരു വിലക്കും എവിടെയും ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യരെന്ന നിലയിൽ ഇടപഴകുന്നതിനോ യാതൊരു വിധേനയുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം സാന്ദർഭികമായി ആവശ്യമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് മറ്റൊന്ന്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. നമ്മുടെ ബന്ധങ്ങൾ അർശുമായി ബന്ധപ്പെട്ടതാ. പെരുന്നാളാകുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെപ്പോലെ ഈദ്ഗാഹിലും ഈദ് നമസ്കാരത്തിലും തറാവിയിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് പതിറ്റാണ്ടുകൾ കഴിച്ചുകൂട്ടിയവർ ഇന്ന് 4 ചുമരുകൾക്കുള്ളിൽ രോഗികളായി ശയ്യാവലംബികളായി കിടക്കുകയാണ്. അവരെ പോയി നിങ്ങൾ കാണണം. ഒരു പക്ഷേ ഉമ്മയായിരിക്കാം, ഒരു പക്ഷേ ഉപ്പയായിരിക്കാം, ഒരു പക്ഷേ മൂത്താപ്പയായിരിക്കാം, ഒരു പക്ഷേ അമ്മാവനായിരിക്കാം, അതൊന്നുമല്ലെങ്കിൽ അയൽവാസിയായിരിക്കാം, സുഹൃത്തായിരിക്കാം, വളരെ കാലം കൂടെ ജോലി ചെയ്തവനായിരിക്കാം. അവരെ പോയി നിങ്ങൾ കാണുക. അർശുമായി ബന്ധപ്പെട്ടതാണ് കുടുംബബന്ധം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബന്ധം ആര് ചേർക്കുന്നുവോ അള്ളാഹു അവരെ ചേർത്ത് പിടിക്കും. ആരത് വിച്ഛേദിക്കുന്നുവോ അള്ളാഹു അവരുമായി വിച്ഛേദിക്കും. അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരാറില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും പോകുന്നില്ല എന്നത് അല്ല കുടുംബബന്ധം. പരസ്പരമുള്ളതായിരിക്കുന്ന ഒരു പ്രത്യോപകാരമല്ല കുടുംബബന്ധം. അവരാരും ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പോകും എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച സിലത്തുർ റഹിം. കുടുംബബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നാം വിനയം കാണിക്കുമ്പോൾ, നാം താഴ്മ കാണിക്കുമ്പോൾ നമ്മുടെ സ്ഥാനമാണ് ഉയരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്ഥാനങ്ങൾ ഉയർത്താതിരിക്കയില്ല എന്നതാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, അടുത്ത ബന്ധം എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. വളരെ പവിത്രമാണ്. എല്ലാവർക്കും അറിയാലോ, ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിൻ്റെ ശേഷം തൻ്റെ സഹധർമ്മിണി ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരിയാകുന്ന ഖദീജയുടെ സഹോദരിയാകുന്ന ഹാല എന്ന സഹോദരിയുടെ ശബ്ദം റസൂലുള്ള കേൾക്കുകയാണ്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അനുവാദം ചോദിച്ചുകൊണ്ട് ഹാലയുടെ ശബ്ദം കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ല ഖദീജ വന്നോ എന്നെനിക്ക് തോന്നിപ്പോയി. കാരണം ആ പവിത്രമായ ബന്ധത്തിൻ്റെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ നീണ്ടതായിരിക്കുന്ന 6 മക്കളെ സമ്മാനിച്ച ഖദീജ വന്നോ, അഥവാ മരണപ്പെട്ടു പോയി മറമാടിയ ഖദീജ തിരിച്ചു വന്നോ എന്നെനിക്ക് തോന്നിപ്പോയി എന്നുള്ളത് ഖദീജ ബീവിയുടെ അതേ സ്വരമുള്ള ആ ഖദീജയുടെ സഹോദരൻ ശബ്ദം കേട്ടപ്പോഴാണ്. അത്രക്കും പവിത്രമാണ് കുടുംബബന്ധത്തെ പറ്റി ഖുർആൻ പറഞ്ഞ എന്താണ്? മവദ്ദത്തൻ വറഹ്മത്തൻ, മവദ്ദത്തൻ
വറഹ്മത്തൻ, ഒരാൾ അടുക്കളയിലും ഒരാൾ വരാന്ത ഭൂമുഖത്തും അല്ല. അങ്ങനെ ഒരു ബന്ധം തന്നെ, അത്തരത്തിലുള്ള ഒരു ഇടപെടൽ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ആദ്യത്തിൽ സ്നേഹത്തിലും കുറച്ചൊക്കെ പ്രായമാകുമ്പോൾ പരസ്പര കാരുണ്യത്തിലും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഗാറ് ഹിറായിൽ നിന്ന് വഹ്യ് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചരണ്ട് വന്നപ്പോൾ ഭാര്യമാർ ശ്രദ്ധിക്കുക, പേടിച്ചരണ്ട് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താ? നിങ്ങളോട് ആരെയും അങ്ങോട്ട് പോകാൻ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ അങ്ങോട്ട് ഒറ്റക്ക് പോയത് എന്നല്ല. എന്താ ചോദ്യം, എന്താ മറുപടി? നിങ്ങളെ അല്ലാഹു കൈവിടുകയില്ല. ഭാര്യമാർ ശ്രദ്ധിക്കുക, സഹോദരിമാർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, അല്ലാഹു നിങ്ങളെ കൈവിടുകയില്ല. എന്നിട്ട് എന്താണ് പറഞ്ഞത്? അവിടത്തേക്ക് ഭർത്താക്കന്മാരും ചിന്തിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവനാണ്, പ്രയാസം അനുഭവിക്കുന്നവന്റെ ബുദ്ധിമുട്ടേറ്റെടുക്കുന്നവനാണ്, പ്രയാസം ബുദ്ധിമുട്ടും കുടുംബബന്ധം ചേർക്കുന്നവനാണ്, വളരെ മാന്യനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ പറയത്തക്ക രീതിയിലേക്ക് നമ്മളും അഥവാ ഭർത്താക്കന്മാരെ നമ്മളും ഉയരേണ്ടതുണ്ട് എന്ന കാര്യം. കാരണം ഇത് പരലോകത്തേക്ക് നീണ്ടു നിൽക്കുന്ന ബന്ധമാണ്. നമ്മളെയും നമ്മളെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും പരലോകത്ത് തൗഹീദിൽ അധിഷ്ഠിതമായി നമ്മൾ ജീവിച്ചാൽ നമ്മെ ഒന്നിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയും വേണം ഒന്നിക്കുക. ആ ഒന്നിപ്പിക്കലിലേക്ക് നമ്മൾ ഒരു തിരിച്ചുപോക്കിന് അനിവാര്യമായി നമ്മൾ അതിന് തയ്യാറാവണം എന്ന കാര്യം പ്രത്യേകമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ലോകത്തിൻ്റെ അവസ്ഥ അത്ര ഗുണകരമല്ല. നമുക്കറിയാം, നമ്മെപ്പോലെ ഈദ് ആഘോഷിക്കേണ്ടതായ ഫലസ്തീനിലെ മുസ്ലിമീങ്ങളും അതേ പ്രകാരം തന്നെ ഈദ്ഗാഹുകളിൽ വെച്ചുകൊണ്ട് ഈദ് നമസ്കരിക്കേണ്ടിയിരുന്ന മുസ്ലിം ഗൾഫിലെ രാഷ്ട്രങ്ങളും ഒക്കെ തന്നെ അവരുടെ ഈദുകളൊക്കെ പള്ളിയിലേക്ക് മാറ്റേണ്ടി വന്നു. മറ്റൊന്ന്, അവരുടെ ആഘോഷങ്ങൾക്ക് പരിധി അവർ നിശ്ചയിക്കേണ്ടി വന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ പാശ്ചാത്യ ശക്തികളുടെ ഹിഡൻ അജണ്ടയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെയും നമ്മൾക്ക് സമാധാനിക്കാൻ വകയില്ലാതെ വരുന്ന ഒരു കാര്യം എന്താണെന്നല്ലേ? നിരപരാധികളായ ആളുകളെ കൊല്ലുക എന്നുള്ള വിഷയത്തിൽ രണ്ട് കൂട്ടരും ഒരേ നിലപാടെടുക്കുന്നു എന്ന് വരുമ്പോൾ നാം ആരെയും പക്ഷം ചേരാൻ ഇല്ല. കാരണം എന്താ? നിരപരാധികൾ എവിടെയും കൊല്ലപ്പെടാൻ പാടില്ല. സമാധാനപരമായി ജീവിക്കുന്ന ഒരു നാടിനെയും ആക്രമിക്കാൻ പാടില്ല. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ഹറം നിലകൊള്ളുന്ന രണ്ട് രാജ്യത്തിന് വേണ്ടി പ്രാപിച്ച പ്രാർത്ഥന അറിയില്ലേ? ഖുർആനിൽ കണ്ടില്ലേ? അല്ലാഹുമ്മ ജിഅൽ ഹാദൽ ബലദ ആമിനാ, അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയമാക്കണമേ, സ്വസ്ഥമായ സമാധാനമായ നിർഭയമായ ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാടാക്കി മാറ്റണമേ എന്നത് ആ രണ്ട് ഹർമുകൾ നിലകൊള്ളുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങൾ സൗദി അറേബ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല, രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ല. ആ രണ്ട് ഹർമുകൾ നിലകൊള്ളുന്ന ആ രാജ്യത്തിന് വേണ്ടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചെങ്കിൽ അതേ പ്രാർത്ഥന നമ്മൾക്കും അനിവാര്യമാണ്. ഇടയ്ക്കൊരു കാര്യം പറയുകയാണ്, ഈദ്ഗാഹിൽ ഒരു സ്പെഷ്യൽ സദഖയുണ്ട്. നേരത്തെ പോകുന്ന ആളുകൾ ആ സദഖയിൽ പങ്കെടുക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു തട്ടവും പിടിച്ചുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രത്യേകമായി പറഞ്ഞയച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് സാന്ദർഭികമായി ആ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ആ സദഖയിൽ സഹോദരന്മാരും സഹോദരികളും മാന്യമായി പങ്കാളികളാവണം എന്ന് നിങ്ങളോട് സാന്ദർഭികമായി ഇടയ്ക്ക് വെച്ച് പറയുകയാണ്. അപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനുവേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടി, ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി, ഗസയിലെ മക്കൾക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അവിടെയും സമാധാനമുണ്ടാവണം, ഗൾഫിലും സമാധാനമുണ്ടാവണം, ലോകത്ത് മുഴുവൻ സമാധാനമുണ്ടാവണം. കാരണം ഇന്നത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഇളക്കം തട്ടിയാൽ മൊത്തം ഇളകുന്ന അവസ്ഥയാണ്. അതാണല്ലോ ഒപ്പം ഉണ്ടായത്. കൊടിയ ശത്രുക്കളാകുന്ന യഹൂദികളും അതേപ്രകാരം നസാറാക്കളും
ഇസ്ലാമിനെ നിരന്തരമായി ആക്രമിക്കുമ്പോൾ കഴിയുന്ന രീതിയിൽ പ്രതിരോധിക്കും, സ്വാഭാവികമാണ്, അതിന് അവർക്ക് അവകാശമുണ്ട്. പക്ഷേ രണ്ട് പക്ഷത്തു നിന്നും നിരപരാധികളായ ആളുകൾ, കുട്ടികളോ ആശുപത്രി കഴിയുന്നവനോ സുരക്ഷിതമായ മേഖലകളോ അവിടെ താമസിക്കുന്ന ആളുകൾക്കോ അന്യ നാട്ടുകാരായി ജോലി ചെയ്യുന്നവർക്കോ ഒരു അപകടവും വരത്തക്ക രീതിയിലുള്ള പ്രവണതകൾ രണ്ടു കൂട്ടരിൽ നിന്നും പാടില്ലാത്തതാണ്. അതാണ് നമ്മൾ നിർഭയത്വത്തിന് വേണ്ടി അള്ളാഹുവിനോട്, എല്ലാ ലോക സമാധാനത്തിന് വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് കാര്യമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്. പിന്നീട് ഇതിൻ്റെയൊക്കെ പുറമെ ഒരു പരലോകം വരാനിരിക്കുന്നു. അതാണ് നമ്മുടെ അവസാനത്തെ സന്ദേശം. ഇതിൻ്റെ എല്ലാം പുറമെ എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന, എല്ലാത്തിനും മറുപടി പറയപ്പെടുന്ന, എല്ലാത്തിൻ്റെയും ഉത്തരം നൽകപ്പെടേണ്ടതായ ഒരു ഇടം വരാനുണ്ട്. ആ ഇടം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അങ്ങോട്ട് കടക്കുമ്പോൾ നീ എവിടുന്ന് സമ്പാദിച്ചു, എവിടെ ചിലവഴിച്ചു, നിന്റെ ആയുസ്സെന്തിൽ ചിലവഴിച്ചു, ആരോഗ്യമെന്തിൽ ചിലവഴിച്ചു ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യം നമ്മൾക്ക് ബോധമുണ്ടായിരിക്കണം. അത്തരത്തിലായിരിക്കണം നമ്മുടെ ജീവിതം, അത്തരത്തിലായിരിക്കണം നമ്മുടെ വിശ്വാസം, അത്തരത്തിലായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ എന്ന് അവസാനമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് അഫ്ലഹ മൻ തസക്ക, അത് അഫ്ലഹ മൻ തസക്ക, അത് അഫ്ലഹ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുന്നു. മൻ തസക്ക ആത്മസംസ്കരണം ഉൾക്കൊണ്ടവൻ, സക്കാത്ത് അടക്കമുള്ള കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് തൻ്റെ മനസ്സിനെ തസ്കിയ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയവൻ വിജയിച്ചിരിക്കുന്നു. വസല്ല, അവൻ നമസ്കരിക്കുകയും ചെയ്തു. കണ്ടോ, അത് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അള്ളാഹിൻ്റെ നാമം അവൻ സ്മരിച്ചു. വസല്ല, അവൻ നമസ്കരിക്കുകയും ചെയ്തു എന്ന് സൂറത്തുൽ അഅലയിൽ പറഞ്ഞ ആ ആത്മസംസ്കരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈദ് എന്നാൽ ദൂർത്തല്ല, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, പടക്കം പൊട്ടിക്കലല്ല, അഴിഞ്ഞാടലല്ല. സഹോദരിമാർ ശ്രദ്ധിക്കുക, വസ്ത്രധാരണത്തിൻ്റെ കാര്യം പർദ്ദയാണെങ്കിലും അത് ധരിച്ചുകൊണ്ട് ഇസ്ലാമിന് വിരുദ്ധമായ ഒരു പ്രവർത്തനവും നിങ്ങളിൽ നിന്നോ നിങ്ങളെ മക്കളിൽ നിന്നോ ഒരു കാലത്തും ഉണ്ടാവരുത്. പർദ്ദ എന്നതും ഹിജാബ് എന്നതും പവിത്രമായ ഒരു വേഷമാണ്, പവിത്രമായ വസ്ത്രധാരണയാണ്. അത് ധരിച്ചുകൊണ്ടോ അത് പകുതി ധരിച്ചുകൊണ്ടോ ഇസ്ലാമിൻ്റെ പേര് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നിങ്ങളിൽ നിന്ന് ഉണ്ടാവരുതേ എന്ന് പ്രത്യേകമായി അവസാനമായി സൂചിപ്പിക്കുകയാണ്. ബൽ തുസിറുൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവിനെ തിരഞ്ഞെടുക്കുന്നു. തൊട്ടടുത്ത ആയത്ത് വിശദീകരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ആഘോഷങ്ങളെല്ലാം തന്നെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പരിധി ലംഘിക്കാതെ, ദൂർത്തടിക്കാതെ, മാന്യമായ രീതിയിലുള്ള ഒരു ഈദായി അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. റമദാനിലെ നോമ്പിനെയും ഖിയാമുൽ ലൈലിനെയും സിയാം റമദാനിനെയും തിലാവത്തുൽ ഖുർആനിനെയും എല്ലാം എല്ലാ കുറ്റങ്ങളും പോരായ്മകളും കുറവുകളും പരിഹരിച്ചുകൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ തൗഹീദിലായി ജീവിച്ചു പോയ ആളുകൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖ് നന്നാക്കി തീർക്കുമാറാവട്ടെ. ശയ്യാവലംബികളായി ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് രോഗം അവരെ വരിഞ്ഞു മുറുക്കിയ ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ശിഫ നൽകണമേ അല്ലാ, ആശ്വാസം നൽകണമേ അല്ലാ. ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടിച്ചിറക്കി ആശുപത്രിയിലും മറ്റും കഴിഞ്ഞുകൂടുന്നവരുണ്ട്, അവർക്ക് നീ ശിഫ നൽകണമേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണമേ അല്ലാ. അവർ മുഖേന ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമ പ്രദാനം ചെയ്യണമേ അല്ലാ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ എല്ലാം തന്നെ നീ പുറത്തു തരണമേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിലായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. നല്ല ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ആ കുടുംബങ്ങളിൽ ഞങ്ങളെയും കൂടി നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وعيدنا وتمم تقصيراتنا واستجب دعاءنا إنك أنت السميع العليم. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകണമേ അല്ലാഹ്. അല്ലാഹുമ്മ മുസ്ലിമീന ഫി ഫലസ്തീൻ, അല്ലാഹുമ്മ മുസ്ലിമീന ഫിൽ ഖലീജ്, اللهم شتت أعداءك وأعداء الدين، اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم يا أرحم الراحمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.